നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വിഷയം വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ വന്നു നിൽക്കുന്ന സമയം. വേഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് നേർഗതിയിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം. ഇനി അതായത് ജൂൺ 2-ാം തീയതി മുതൽ ഒക്ടോബർ 31-ാം തീയതി വരെ വേഴം ഇനി കർക്കിടകൻ രാശിയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേഴം പിന്നെ മാറോട്ടോ, ചിങ്ങത്തിലേക്ക് പോകും. പിന്നെ ചിങ്ങത്തിൽ നിന്ന് തിരിച്ച് കർക്കിടകത്തിലേക്കും വരും. അപ്പോ അങ്ങനെ വേഴത്തിന്റെ ഒരു രാശിമാറ്റ കളിയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ വേഴം വന്ന് നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ്. കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ അത് വേഴത്തിന്റെ ഉച്ചരാശി കൂടിയാണ്. ഉച്ചരാശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിന്നാൽ അത് ഫലദാന ശേഷി കൂട്ടിത്തരും എന്നാണ് അർത്ഥം. അവർക്ക് ഉച്ചബലം കൂടും, അവർക്ക് അവരുടെ രാശിബലം കൂടും, ഉച്ചബലം കൂടും. അപ്പൊ അതുകൊണ്ട് വേഴത്തിന് ഇപ്പോ നല്ല പവറുള്ള സമയമാണ്. അപ്പോൾ വേഴത്തിന്റെ അല്ലെങ്കിൽ വേഴം കേന്ദ്ര രാശിയായി വരുന്ന മകരൻ രാശിക്കാരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പൊതുവെ പറയുന്നത്. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര. ഇത് ഈ മകരൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇതിന്റെ ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം 7 രാശിക്കാർക്കാണ് കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നത്. അവർക്ക് നല്ല കാലം വരും, നല്ല കാലത്തിന്റെ സമയത്തി അവരുടെ ദുരിതങ്ങൾ തീരുന്നു. അപ്പോൾ മകരൻ രാശിയുടെ 7-ാം ഭാവത്തിൽ വേഴം നിൽക്കുന്നു. ഇപ്പോ 1, 4, 7, 10 അത് കേന്ദ്ര രാശികളാണ്. അപ്പൊ കേന്ദ്ര രാശിയിൽ അതായത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കേന്ദ്ര രാശിയിൽ വേഴം നിൽക്കുമ്പോൾ അതിനെ ഗജരാജയോഗം, ഗജകേസരി യോഗം എന്നൊക്കെ പറയും ജ്യോതിഷപരമായിട്ട്. അപ്പോ ഈ നക്ഷത്രക്കാർക്ക് വേഴം 7-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോ അതോടുകൂടി ഇവർക്ക് നേരത്തെ ഈ 7.5 ശനി അനുഭവിച്ച വന്നവരാണ് ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. ഇവർക്കൊരു വർഷത്തിന് മുമ്പ്, 1.5 വർഷത്തിന് മുമ്പ് 7.5 കൊല്ലം 7.5 ശനി അനുഭവിച്ച് ദുരിതങ്ങളും ദോഷങ്ങളും അനുഭവിച്ച നക്ഷത്രക്കാരാണ് ഇവര്. അതെല്ലാം ഇപ്പോ വിട്ടൊഴിഞ്ഞു പോയി. ഇവരുടെ 7.5 ശനി മാറി. ഇപ്പോഴിതാ അവർക്ക് 7-ൽ വേഴം വന്നിരിക്കുന്നു. അപ്പൊ ഈ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാമ്പത്യത്തിന്റെ ഭാവമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ഭാര്യയുടെ ഭാവമാണ്. ഇത് തന്നെ സ്ത്രീകൾക്കും 7-ാം ഭാവം അവരുടെ പുരുഷന്മാരുടെ ഭാവം കൂടിയാണ്. ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 7-ൽ നിൽക്കുമ്പോൾ അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കും ദാമ്പത്യപരമായ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ വേഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയം. വിവാഹപ്രായമായവർക്ക് വിവാഹം കഴിക്കാൻ വിവാഹയോഗം വരുന്ന ഒരു സമയം. വിവാഹം കഴിക്കാതെ ചില ആൾക്കാർ കാര്യങ്ങളൊന്നും ഉറക്കാതെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഇപ്പോൾ വിവാഹം നടക്കാവുന്ന ഒരു സമയമാണ്.
പ്രേമവിവാഹം നടത്താനും ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. പ്രേമിച്ചിരിക്കുന്നവർക്കൊക്കെ പ്രേമവിവാഹം നടത്താൻ വളരെയധികം അനുകൂലമായ ഒരു സമയത്താണ് ഇപ്പൊ വേടം കർക്കിടകത്തിൽ നിൽക്കുന്നത്. അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യാനും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പിന്നെ ദാമ്പത്യപരമായ നേട്ടങ്ങൾ, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ദാമ്പത്യപരമായ സുഖ സൗകര്യങ്ങളും നേട്ടങ്ങളും, കലഹങ്ങൾ മാറി ഒത്തൊരുമയോട് ജീവിക്കാനും പറ്റുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുകയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജയോഗത്തിന് തുല്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് ബിസിനസ് പരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ബിസിനസ് സംബന്ധമായ വരുമാനം കൂടാനും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും പറ്റിയ ഒരു സമയമാണ്. കച്ചവട പുരോഗതി ഉണ്ടാവും കച്ചവടക്കാരെ സംബന്ധിച്ച്. ഇപ്പൊ ചെറുകിട ബിസിനസ്, വലിയ ബിസിനസ് ചെയ്യാത്തവരാണെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരാണെങ്കിലും അവർക്കും പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരായിരിക്കണം കേട്ടോ. ഇവരെ സംബന്ധിച്ച് മകരക്കൂറുകാർക്ക് വേടമാറ്റം അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് കൂടിയാണ്. അകലെയുള്ള ഭാര്യാഭർത്താക്കന്മാർക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങളും ഈ സമയത്ത് വന്നു ചേരും. അതായത് ഭാര്യാഭർത്താക്കന്മാർ അകലേക്കാണ് തമ്മിൽ അകന്നെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ കാര്യത്തിനോ ഒക്കെ അകന്നു നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ അവർക്കെല്ലാം ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പൊ ഈ വേഴത്തിന്റെ കർക്കിടക രാശിയിലെ നിൽപ്പ്. അതേപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച് മാറി നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും ഇവർ തമ്മിൽ അടുക്കാനായിട്ടുള്ള യോഗം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ദമ്പതിമാർക്ക് പുതിയ താമസ സ്ഥലം കിട്ടാനും ഇടവരും. ഇപ്പൊ ചിലവര് വിവാഹം കഴിഞ്ഞിട്ട് പുതിയൊരു വീട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാകാം. ചിലപ്പോൾ വിലക്ക് മേടിക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് പോകാനോ ഉദ്ദേശിക്കുന്നവര്. അവരെ സംബന്ധിച്ചും ഇപ്പൊ അതിന് പറ്റിയ ഒരു നല്ലൊരു സമയമാണ് ഇവർക്ക്. ഇത് കൂടാതെ ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് പുതിയൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് നിർമ്മിക്കാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താൻ സാധ്യത വരികയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളെല്ലാം വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് പല വിധത്തിലുള്ള മംഗളകർമ്മങ്ങളുണ്ടല്ലോ, വിവാഹം, അതേപോലെ തന്നെ പരതാമസം, പിന്നെ അതുകൂടാതെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ എന്തെങ്കിലും നല്ല വിധത്തിലുള്ള മംഗളപരമായ കാര്യങ്ങളെല്ലാം ഇതൊക്കെ വന്നു ചേരാനുള്ള ഒരു അവസരം ഈ വേഴം ഇവരുടെ ഈ മകരക്കൂറുകാരുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വളരെയധികം നല്ല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.